അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോഴറിയാവുന്ന ആപ്തവാക്യം രാജീവ് മുതലാളിയുടെ കാര്യത്തിൽ കൃത്യമായി ഭവിച്ചു. സത്യത്തിൽ വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് കോണകമെടുത്ത പണിയാണ് രാജീവ് ചന്ദ്രശേഖർ, അതായത് രാജീവ് മുതലാളി ഇതുവരെയും ഏറ്റവും ഒടുവിലും കാണിച്ചത്. അല്ലെങ്കിൽ പിന്നെ വർഷങ്ങളോളം പണിയെടുത്ത് പാർട്ടിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു അടിത്തറ ഉണ്ടാക്കി കൊടുത്തവരിൽ അതിലൊരാളായ വി രാജേഷിനെ മാറ്റി നിർത്തി ഇന്നലെ വരെ മനുഷ്യർക്ക് ഒരു ഉപകാരവും ചെയ്തു കൊടുക്കാതെ അധികാരസ്ഥാനത്ത് വിലസിയിരുന്ന ഒരു മുൻ DGPയെ നൂലിൽ കെട്ടിയിറക്കി മേയർ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുവാൻ ആരെങ്കിലും ആലോചിക്കുമോ? ഏതായാലും ഈ കളിയിൽ ക്ഷീണം പറ്റിയത് സംസ്ഥാന പ്രസിഡന്റായ രാജീവ് മുതലാളിക്ക് തന്നെയാണ്. രാജീവ് മുതലാളിയെ ഈ അപകടസന്ധിയിലെല്ലാം കൊണ്ടെത്തിച്ചതും മുൻപ് ഞങ്ങൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ 3 ഉപദേശകർ തന്നെയാണ്. പ്രത്യേകിച്ച് രാജേഷിന്റെ കാര്യത്തിൽ. അതിലൊന്നാമൻ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം രാജേഷിനെ മേയറായി കാണുവാൻ മാത്രം അയാളുടെ മനസ്സ് വളർന്നിട്ടില്ലെന്ന് വായിച്ചെടുക്കുവാൻ രാജീവ് മുതലാളി മറന്നുപോയി എന്നുള്ളതാണ് അടിവരയിട്ട് പറയേണ്ടത്. മുൻപ് അറിവുള്ള പലരും പല കാര്യങ്ങളും രാജീവ് മുതലാളിയുടെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചിരുന്നുവെങ്കിലും അതിലൊന്നും ശ്രദ്ധിക്കാതെ കിച്ചൺ ക്യാബിനറ്റ് പരദൂഷണത്തിന് മുന്നിൽ നിന്നുകൊടുത്തതാണ് അയാളുടെ പരാജയത്തിന്റെ മുഖ്യ കാരണം. ഒരു സമുദായത്തെ കൂടെ നിർത്തുവാൻ വേണ്ടിയാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് തുടങ്ങിയത്. അവളെ പേടിച്ചാലും ആ വഴി പോകത്തില്ലെന്ന് കള്ളിയങ്കാട്ട് നീലിയെ പറ്റി പറഞ്ഞ അതേ അവസ്ഥയായി. ക്രിസ്ത്യാനികളെ കൂടെ നിർത്താൻ വേണ്ടി ചാർജ് കൊടുത്ത നേതാവിനെയും അവന്റെ അപ്പനെയും പേടിച്ചൊറ്റ ക്രിസ്ത്യാനി BJPയുടെ പരിസരത്ത് കയറാത്ത അവസ്ഥയായി. ഉള്ളവരെല്ലാം പേടിച്ചോടുകയും ചെയ്തു. ബാക്കിയുള്ളവർ പോകാൻ നിൽക്കുന്നു. മെത്രാന്മാരുടെ വസതിയിൽ രാജീവ് മുതലാളിയെ കൊണ്ടുപോയി അവരുമായി സംസാരിപ്പിക്കുന്നത് വലിയ കാര്യമായിട്ടാണ് മുതലാളിക്ക് തോന്നിയത്. പക്ഷേ അത് ആർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. അതിൽ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ല. ഒരു മെത്രാനെ കാണാൻ അനുവാദം ചോദിച്ചാൽ ആരെയും കാണാൻ അനുവാദം നൽകും. ആര് കയറി ചെന്നാലും മെത്രാന്മാർ അവരെ മാന്യമായി സ്വീകരിക്കും. അതിൽ ജാതിയോ മതമോ ഒന്നുമില്ല. ചായയും പലഹാരങ്ങളും വയറു നിറച്ച് ഭക്ഷണവും കൊടുക്കും. അത് അവരുടെ മര്യാദയുടെ ഭാഗം. അല്ലാതെ കൂടെ വന്ന നേതാവിനോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ടൊന്നും അല്ല. ഒരു മെത്രാനെ കാണാൻ ചെല്ലുമ്പോൾ സഭയ്ക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ അവരുടെ മുന്നിൽ വന്നിരിക്കുന്ന നേതാവിനോട് പറയണമെന്ന് മെത്രാന്മാർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഇതുപോലുള്ള നാലാന്തരം കീടങ്ങൾ കൂടെ ഇരിക്കുമ്പോൾ അവരൊന്നും ഉള്ളു തുറന്ന് ഒരു കാര്യവും പറയില്ല. അവരെയൊക്കെ വിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ മുൻപേ തന്നെ ഈ വിഷയങ്ങളൊക്കെ മെത്രാന്മാർ പങ്കുവയ്ക്കുമായിരുന്നു. ഏതായാലും നാട്ടിലെ മുഴുവൻ പേരും വെറുക്കുന്നവനെയും മുഴുവൻ പാർട്ടിക്കാരും അകറ്റി നിർത്തിയിരിക്കുന്നവനെയും കൂടെ കൂട്ടി എത്ര നാൾ മുതലാളിക്ക് ഈ പാർട്ടിയെ കൊണ്ടു നടക്കാൻ പറ്റും? RSS നേതൃത്വവും മുതലാളിയും ഈ ത്രിമൂർത്തികളും ഒഴിച്ചുള്ള മുഴുവൻ പാർട്ടി പ്രവർത്തകരും ഒരുമിച്ച് നിന്ന് കളിച്ചതിന്റെ ബാക്കി പത്രമാണ് വി രാജേഷ് മേയറായത്. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ശമ്പളവും വാങ്ങി ന്യായമല്ലാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടിയ ശ്രീലേഖ എന്ന മുൻ IPSകാരിയെ കളത്തിലിറക്കിയത് തന്നെ വലിയ പരാജയമാണ്. കിളിരൂർ കേസും തൊടുപുഴയിലെ ബാങ്ക് മാനേജർ കേസുമെല്ലാം ശ്രീലേഖയുടെ നേതൃത്വത്തിലാണ് അന്വേഷിച്ചിരുന്നതെന്ന് മുതലാളിക്ക് അറിയാമോ എന്നറിയില്ല. പോലീസ് അധികാരം കൈയാളുന്ന കാലത്ത് തികഞ്ഞ പരാജയം തന്നെയായിരുന്നു ഈ മഹത് വ്യക്തി. അങ്ങനെയാണ് സേനയിലുള്ള പലരും പങ്കുവച്ചത്. ആവുന്ന കാലത്ത് സർവീസിൽ കയറി ഉണ്ടാക്കാവുന്ന എല്ലാം ഉണ്ടാക്കിയിട്ട് വിരമിക്കുമ്പോൾ സമയം പോക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ ചേക്കേറി നട്ടവനും നനച്ചവനുമായ പാവം പ്രവർത്തകരുടെ മുകളിൽ കയറിയിരുന്ന് ഭരിക്കാൻ മോഹവുമായി നടക്കുന്ന ഒട്ടേറെ പേർ നമുക്ക് ചുറ്റുമുണ്ട്. പണിയെടുക്കാൻ ഒരു കൂട്ടം ജനങ്ങളും ഫലം പറിച്ചു കഴിക്കാൻ നൂലിൽ കെട്ടി ഇറങ്ങിയ ഇതുപോലെയുള്ള കുറെ ജന്മങ്ങളും ആര് സഹിക്കും? സിന്ദാബാദ വിളിച്ച് തല്ലും കൊണ്ട് തന്തയ്ക്ക് വിളിയും കേട്ട് പാർട്ടി വളർത്തിയ അവരൊക്കെ ഇതെങ്ങനെ സഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു പോലീസുകാരി ലോൺ ചോദിച്ചപ്പോൾ കൊടുക്കാതിരുന്ന ബാങ്ക് മാനേജരെ സ്ത്രീപീഡന കേസിൽ അറസ്റ്റ് ചെയ്യുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നതിന് നിർദ്ദേശം കൊടുക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്ത ഒരു സംഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണ് കക്ഷികളെന്ന് പരിശോധിക്കുകയാണ് പാർട്ടി പ്രവർത്തകർ. ശ്രീലേഖ മൂലം സംസ്ഥാന ഖജനാവിനുണ്ടായ നഷ്ടം കൂടി മുതലാളി ഒന്ന് തിരക്കണം. ഇവർ എറണാകുളത്ത് IG ആയിരിക്കുന്ന കാലത്ത് അവരുടെ കീഴിലുള്ള തൊടുപുഴയിലെ വനിതാ ASP ഒരു ബാങ്ക് മാനേജരെ കള്ളക്കേസിൽ കുടുക്കിയെന്നൊക്കെ ആരോപണമുണ്ട്. കോടതി ആ കേസ് ബാങ്ക് മാനേജർക്കുള്ള നഷ്ടപരിഹാരത്തോടു കൂടി തള്ളിക്കളഞ്ഞു. ആ നഷ്ടപരിഹാരം കൊടുക്കാൻ തുക കണ്ടെത്തിയത് ഒരു വളഞ്ഞ വഴിയിലൂടെയാണെന്നാണ് അന്ന് നാട്ടിൽ പ്രചരിച്ചിരുന്ന കഥ. മെട്രോയ്ക്ക് വേണ്ടി ഭൂമി അക്വയർ ചെയ്യുന്ന കാലഘട്ടമായിരുന്നു. ഷെയ്ഖ് ഫരീദ് എന്ന കളക്ടർ തന്ത്രപരമായി നിന്ന് ഭൂമി ഉടമകളിൽ നിന്നെല്ലാം വളരെ ന്യായമായ വിലയ്ക്കാണ് വാങ്ങിക്കൂട്ടിയത്. എറണാകുളത്ത് MG റോഡിൽ 52 ലക്ഷം രൂപയായിരുന്നു അന്ന് നിശ്ചയിച്ചിരുന്നത്. MG റോഡ് ബാനർജി റോഡിൽ ചേരുന്ന വളവിൽ ശീമാട്ടിയുടെ ഏകദേശം 1 ഏക്കർ
ഈ ആവശ്യത്തിന് ഏറ്റെടുക്കേണ്ടി വന്നുവെങ്കിലും കളക്ടർ ഷെയ്ഖ് ഫരീദിന്റെ മിടുക്കുകൊണ്ട് ശീമാട്ടിയുടെ സ്ഥലത്തിന് വില നൽകണ്ടെന്ന തീരുമാനമായി. പകരം ശീമാട്ടിക്ക് വാഹനം പാർക്കിങ്ങിനുള്ള അനുവാദം കൊടുത്തു. ഇരുവർക്ക് നഷ്ടമില്ലാത്തൊരു കച്ചവടം. അക്കാലത്താണ് രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ പ്രവേശിച്ചതും തന്റെ ഇഷ്ടക്കാരനായ രാജമാണിക്യത്തിനെ എറണാകുളം കളക്ടറായി നിയോഗിക്കുന്നതും. മാണിക്യത്തിന്റെ ഭാര്യയായ IPSകാരിയുടെ പേരിലാണ് നഷ്ടപരിഹാരത്തിന് കോടതി ഉത്തരവാകുന്നത്. ഷെയ്ഖ് ഫരീദ് സൗജന്യമായി സർക്കാരിലേക്ക് മുതൽ കൂട്ടിയ ശീമാട്ടിയുടെ സ്ഥലം പിന്നീട് സെന്റ് ഒന്നിന് 70 ലക്ഷത്തിൽ താഴെ വില നിശ്ചയിച്ച് സർക്കാർ നൽകിയത് രാജമാണിക്യത്തിന്റെ ശുപാർശ പ്രകാരം മാത്രം. ഏതായാലും ഇതിനെല്ലാം വഴിതെളിച്ചത് ശ്രീലേഖയുടെ അപക്വമായ തീരുമാനങ്ങൾ മൂലമാണെന്നാണ് പോലീസ് സേനയിലുള്ളവർ പോലും പറയുന്നത്. അന്നത്തെ യുവ വനിത IPSകാരി തന്നോട് ചോദിച്ചിട്ടാണ് ബാങ്ക് മാനേജറുടെ പേരിൽ കേസ് ചാർജ് ചെയ്തതെന്ന് ശ്രീലേഖ തന്നെ ചില മാധ്യമങ്ങളിലൂടെ തുറന്നു പറഞ്ഞിട്ടുള്ളത് ചരിത്രരേഖയുടെ ഭാഗമാണ്. ഇങ്ങനെയുള്ള മുതലിനെയാണ് രാജീവ് മുതലാളി പ്രോത്സാഹിപ്പിക്കുന്നതെങ്കിൽ ജനം വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി.